ഹായ് സുഹൃത്തുക്കളെ, അപ്പം മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. മമ്മൂക്ക സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഈ ഒരു 74-ാമത്തെ വയസ്സിലും ഇങ്ങാര് ഇത് എന്ത് ചെയ്യും, എന്താണ് ഇങ്ങാര് കാഴ്ചവെക്കും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു സിനിമ. കൊടൂര വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൂര വില്ലനാണ് കേട്ടോ ഈ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു കഥാപാത്രം. കാരണം നമ്മൾ പറയുന്ന പോലെ അല്ല, സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവൂ. ഇപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുമൺ പോറ്റിയ ഇനി ഒരു കഥാപാത്രം വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൊടുമൺ പോറ്റിയൊന്നും ഒന്നുമല്ല, അതിൻ്റെ അപ്പനായിട്ട് വരും, അതിൻ്റെ മേലെ നിൽക്കുന്നൊരു കഥാപാത്രമാണ് സ്റ്റാലിൻ ദാസ് മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രം. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും നടക്കുന്നൊരു അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കുന്നൊരു കഥയാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ കുറച്ച് യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലഹളയുണ്ടാവുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനെ കൊണ്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കുന്നു നമ്മളെ വിനായകൻ, നത്ത് വിനായകൻ. ഞാൻ കഥയൊന്നും പറയുമല്ല കേട്ടോ, ഞാൻ കഥ പറയുമല്ല നിങ്ങൾ. അപ്പം അതിലേക്ക് വിനായകൻ അന്വേഷണത്തിന് വരുന്നു. അപ്പം ആ അന്വേഷണം നമ്മളെ കൊടൂര വില്ലനായിട്ടുള്ള മമ്മൂക്കയുടെ അടുത്താണ് എത്തിച്ചേരുന്നത്. എൻ്റെ പൊന്നോ, രോമാഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോമാഞ്ചമാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. അപ്പം ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴേ നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഹാഫ് ഇതാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്തുമായിരിക്കുമെന്ന്. സെക്കൻഡ് ഹാഫ് അതിലും മേലെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഈ സിനിമ നെഗറ്റീവാക്കി പറയുന്ന ഒരുപാട് ആൾക്കാർ കണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ്, സിനിമ കാണാതെയാണോ ഈ റിവ്യൂ പറയുന്നത്, അല്ലെങ്കിൽ കാണാതെയാണോ ഈ നെഗ് പറയുന്നതെന്നൊക്കെ, നെഗ് അടിച്ച് ഇറക്കി വിടുന്നതെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയത്. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നെഗറ്റീവ് പറയത്തില്ല കേട്ടോ. കാരണം മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം നെഗറ്റീവ് റോളാണ്, ഒരു വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ അത് ജനങ്ങൾ എങ്ങനെ എടുക്കും എന്ന് മമ്മൂക്കാക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പുള്ളി ഒരു ഇതിനകത്ത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നത് ഞാനും കണ്ടതാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ സിനിമ ഇറങ്ങി കഴിഞ്ഞുണ്ടല്ലോ, കൈയടിച്ചു പോകും കേട്ടോ. ഇനി മമ്മൂക്ക ആണല്ലോ, മമ്മൂക്ക ഇനി ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും മമ്മൂക്ക എടുക്കുന്ന എഫോർട്ടും അതുപോലെ മമ്മൂട്ടി ആ ഒരു ക്യാരക്ടറിനോട് കാണിക്കുന്ന ആ ഒരു സത്യസന്ധത ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിനോട്, ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടറുമായിട്ട് അലിഞ്ഞു ചേരുന്ന ഒരു മമ്മൂക്കയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മമ്മൂക്കയുടെ സിനിമ അത് ഏറ്റെടുത്തിരിക്കും, ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഡൗട്ടും ഇല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ. ഒരു രക്ഷയില്ല. ഈ കൊടൂര വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൂര വില്ലനാണ് കേട്ടോ. ഈ ഒരു കഥാപാത്രമൊക്കെ നമ്മൾ ഇടയ്ക്ക് ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. ആ ഒരു രീതിയിലുള്ളൊരു കഥാപാത്രമാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കണ്ണി ചോരയില്ലാത്തൊരു വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു വില്ലൻ റോളാണ് മമ്മൂട്ടി ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. കണ്ണി ചോര എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി ചോരയില്ല, ആ രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, കഥ പറയുന്നില്ല കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ റിസ്ക് എടുത്ത് പടം ചെയ്യുന്നൊരു വ്യക്തി വേറെ കാണത്തില്ല. ഇപ്പം ഇതുപോലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂക്ക അല്ലാതെ വേറൊരു മനുഷ്യനും ഒരു റിസ്കിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു രക്ഷയില്ല, പുള്ളിയെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. സമ്മതിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഒരു പ്രായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഒരു ഒരു മെഗാസ്റ്റാർ പദവിയിലിരിക്കുമ്പം തന്നെ ഒരു നെഗറ്റീവ് റോൾ, ഒരു കൊടൂര വില്ലൻ്റെ, കണ്ണി ചോരയില്ലാത്തൊരു വില്ലൻ്റെ ക്യാരക്ടർ എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഉള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. സമ്മതിച്ചേ പറ്റും, മമ്മൂക്കായെ കൊണ്ടേ പറ്റൂ കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള വേഷപ്രകടനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ഉണ്ട്. മമ്മൂക്കായ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും പടം ഒരു രക്ഷയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അമ്മമാരൊക്കെ എന്ത് കണ്ടിട്ടാണ് നെഗറ്റീവ് പറയുന്നത് എനിക്കറിയത്തില്ല. ഇതിലിപ്പോൾ ഇത്രയും നല്ലൊരു പടം, ഇത്രയും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം ഇറങ്ങിയിട്ട് അതിനെ നെഗറ്റീവ് ആക്കുന്ന കുറേ അമ്മമാരുണ്ട്. അമ്മമാരൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സിനിമ കാണാതെ കുറേ നെഗാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കുറേ ടീമുകളുണ്ട്. അതുപോലെ വിനായകൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വിനായകന് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം, ക്യാരക്ടറെല്ലാം സൂപ്പറായിട്ടാണ് വിനായകൻ ചെയ്യുന്നത്. വിനായകൻ്റെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ജീവിതത്തിൽ പുള്ളി വേറൊരു രീതിയാണ്. പക്ഷേ സിനിമകളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു അത്രയും പുള്ളി ആ സിനിമയിൽ അലിഞ്ഞ് ചേർന്നിട്ടാണ് ഏത് സിനിമയായാലും പുള്ളി ചെയ്യുന്ന ആ ഒരു എടുക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അത്രയും ഗംഭീരമായിട്ടാണ് വിനായകൻ ചെയ്യുന്നത്. ഇതിനകത്ത് സ്റ്റാർട്ടിങ് തൊട്ട് തീരുന്ന വരെ യൂണിഫോം ഇല്ലാത്തൊരു പോലീസായിട്ടാണ് വിനായകൻ അഭിനയിക്കുന്നത്. ഈ ഒരു കഥ അന്വേഷിക്കാൻ, ഈ ഒരു ലഹളയുണ്ടല്ലോ, ഈ ഒരു പ്രശ്നം അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായിട്ടുള്ളൊരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് യൂണിഫോം ഇല്ലാതെ, വിത്തൗട്ട് യൂണിഫോമിൽ അല്ലാത്തൊരു വിനായകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും
വിനായകനും സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാമറ എടുക്കുന്ന ആംഗിളും രീതിയൊക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ പശ്ചാത്തല സംഗീതവും അതും സൂപ്പറായിരുന്നു. കാരണം അത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു സിനിമയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട് വരുന്നത്. എന്നാലും മമ്മൂക്കാക്ക് ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ ഇനിയും ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യൻ സിനിമയുടെ അഭിമാനം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രായത്തിലും ഇതുപോലുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നത് ആര് ചെയ്യുമെന്നാണ്. കാരണം ഒരു മനുഷ്യനും ചെയ്യത്തില്ല ഇതുപോലുള്ള ഇത്രയും ഒരു കൊടൂര വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൂര വില്ലനാണ്. ഈ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയാൽ നമ്മളെ രോമം എണ്ണീച്ച് നിൽക്കും അവിടെ തന്നെ. അപ്പോൾ എന്നാലും സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം സിനിമയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.